വൈദ്യുതി ബില്ല് കുടിശ്ശികയായതോടെ എറണാകുളം കളക്ടറേറ്റിലെ 14 വകുപ്പുകളിലേക്കുള്ള ഫ്യൂസ് ഊരി KSEB. 42 ലക്ഷം രൂപയാണ് കുടിശ്ശിക. പലതവണ ആവശ്യപ്പെട്ടിട്ടും വകുപ്പുകൾ വൈദ്യുതി കുടിശ്ശിക അടച്ചിരുന്നില്ല. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഇതെപ്പോഴാ മുതലാണ് ഈ ഫ്യൂസ് ഊരിയത്? ഇപ്പോൾ ഈ വകുപ്പുകളിൽ പ്രവർത്തനം നടക്കാത്തൊരവസ്ഥയുണ്ടോ? വൈദ്യുതി ബില്ല് കുടിശ്ശിക വലിയ തുക 42 ലക്ഷം രൂപ കുടിശ്ശിക. പലതവണയായി കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇതിന് തയ്യാറായിട്ടില്ല. അതിനുശേഷമാണ് വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ഇപ്പോൾ KSEB കളക്ടറേറ്റിലെ വിവിധ വകുപ്പുകളിലെ ഫ്യൂസ് ഊരിയിട്ടുള്ളത്. 14 വകുപ്പുകളിലേക്കുള്ള ഫ്യൂസാണ് ഇപ്പോൾ ഊരിയിട്ടുള്ളത്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് നമുക്കൊപ്പം വിവരങ്ങളുമായി. വിഷ്ണു, ഈ കറണ്ട് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ, കളക്ടറേറ്റാണ് നമുക്കറിയാം, സുപ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഓരോ ദിവസവും വന്നു പോകുന്നതാണ്, ഫയലുകളെല്ലാം തന്നെ. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എന്താണ് യഥാർത്ഥ വിവരങ്ങൾ? സ്മിത, നിലവിൽ ഇന്ന് രാവിലെയാണ് കളക്ടറേറ്റിലെ ഈ 14 ഓഫീസുകൾ കേന്ദ്രീകരിച്ച ഈ KSEB ഫ്യൂസ് ഊരിയത്. അത് 24 ഓഫീസുകളെ ബാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ക്ഷീരവികസന വകുപ്പ്, അതോടൊപ്പം PRD, തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ ഓഫീസുകളുടെ ആണ് അത് ബാധിച്ചിരിക്കുന്നത്. നിലവിൽ ഈ മേഖലകളിൽ, അതായത് 24 ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. കറണ്ട് ഇല്ല. 42 ലക്ഷം രൂപയുടെ കുടിശ്ശിക KSEB-യിൽ വരുത്തി എന്നുള്ളത് പശ്ചാത്തലത്തിലാണ് ഈ കറണ്ട് ഫ്യൂസ് ഊരുന്ന നടപടിയിലേക്ക് KSEB കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഓഫീസുകളിലൊന്നും തന്നെ കാര്യമായി പ്രവർത്തനം നടക്കുന്നില്ല. ആളുകൾ എല്ലാവരും തിരികെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ഏതായാലും കറണ്ടില്ല എന്നുള്ളതും കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് ഫ്യൂസ് ഊരുമ്പോഴും സാധാരണക്കാരനാണ് ഇതിന് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക. പല ആളുകളും പല പ്രശ്നങ്ങളായി എത്തുന്നവർ ഇപ്പോൾ തിരികെ പോകേണ്ട ഒരു അവസ്ഥയാണ്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയായിരുന്നു.